Hey guys, welcome back. ഇന്ന് നമ്മുടെ പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. Now this movie is directed by Dominic Arun. Dominic Arunന്റെ previous മൂവി ആയിരുന്നു തരംഗം. തരംഗം ഇതുപോലെ തന്നെ ഒരു ഫാന്റസി ജോണറിൽ പെട്ട ഒരു മൂവിയാണ്. അപ്പോൾ ലോകയിലോട്ട് വരുമ്പോൾ ലോക is Mollywood's another take on the superhero genre after മിന്നൽ മുരളി. Now ലോക വെറും ഒരു സൂപ്പർ ഹീറോ മൂവി മാത്രമല്ല, ലോക is basically നമ്മുടെ ഐതിഹ്യമാല പോലത്തെ ഫോക്ക് ടെയിൽസും അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ യൂസ് ചെയ്ത് മോഡേൺ രീതിയിൽ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൂവി കൂടിയാണ് ലോക. മൂവിനെ കുറിച്ച് ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബ്രില്യൻ മൂവി. ടെക്നിക്കലി ഒക്കെ ഭയങ്കര ടോപ്പ് നോച്ച് ആണ് ഈ മൂവി. ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ളവരിൽ DOP ഇസ് ഹാൻഡിൽഡ് ബൈ നിമിഷ് രവി. നിമിഷ് രവി ഈ മൂവിയുടെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു ചില സീനുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഇതിന്റെ അകത്ത് കല്യാണിനെ നിമിഷ് രവി പിക്ചറൈസ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ അകത്ത് മറ്റേ കിളിയെ കിളിയെ എന്നുള്ള സോങ് ഉണ്ട്, അതിൽ കല്യാണിനെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ആയിരുന്നു അത്. സെക്കൻഡ് ആസ്പെക്റ്റിലോട്ട് വരുമ്പോൾ ജെയ്ക്സ് ബിജോയ് ആണ് എൻ്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഭയങ്കര ഹൈ ആണ് ഈ ഫിലിമിൻ്റെ അത് തരുന്നത്. പല സീനിലും അതിൻ്റെ ആ ഒരു സീനിനെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ മ്യൂസിക്കും കാര്യങ്ങളാണ് ജെയ്ക്സ് ബിജോയ് കൊണ്ടുവന്നിരിക്കുന്നത്. പല എലിവേഷൻസും ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് യാനിക് ബെൻ ആണ്. ഒബ്വിയസ്ലി ഒരു സൂപ്പർ ഹീറോ മൂവി ആകുമ്പോൾ അതിന്റെ ആക്ഷൻ, അതിന്റെ സ്റ്റോറിയുടെ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ അതിന്റെ ആക്ഷനും ഉണ്ട്. യാനിക് ബെൻ ഹാസ് ഓൾസോ ഡൺ എ ഗുഡ് ജോബ്. ക്ലൈമാക്സിലെ ഒരു ഫൈറ്റ് മാത്രമേ എനിക്ക് കുറച്ച് ആവറേജ് ആയിട്ട് തോന്നി. എഡിറ്റിംഗ് സൈഡ് ഇസ് ഹാൻഡിൽഡ് ബൈ ചമൻ ചാക്കോ. ഇതിൽ വേറെ എടുത്തു പറയേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കല്യാണി പ്രിയദർശന് വേണ്ടി ടൈലർ മെയ്ഡ് ചെയ്ത് വെച്ചൊരു റോൾ തന്നെയാണ് ഈ ചന്ദ്ര എന്ന് പറയുന്നത്. ഇൻഫാക്ട് നമുക്ക് തോന്നിപ്പോ കല്യാണി പ്രിയദർശൻ അവരുടെ പ്രീവിയസ് മൂവിയിൽ ചന്ദ്രയ്ക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റോളായിരുന്നു കല്യാണി പ്രിയദർശന് ചന്ദ്ര. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരു ഗോത്തിക് സ്റ്റൈലിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ചന്ദ്ര എന്ന് പറയുന്നത്. ഓൾസോ കല്യാണി പ്രിയദർശൻ ആ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറെ നല്ല ഈസിലി ആണ് ഈ മൂവിയുടെ അകത്ത് ടേക്ക് ഓവർ ചെയ്യാനും പറ്റുന്നത്. ആക്ഷൻ സീൻസും കാര്യങ്ങളെല്ലാം നല്ല കൺവിൻസിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അനദർ ഇത് പറയാനുള്ളത് നസ്ലനും ഗ്യാങ്ങും ആണ് ഈ മൂവിയുടെ അകത്തെ കോമിക് റിലീഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഫാക്ട് അവരിൻ്റെ അകത്ത് ഒരു ട്രിയോ ഗ്യാങ് ആണ്. നസ്ലൻ, ചന്തു സലീം കുമാർ ആൻഡ് അരുൺ കുര്യൻ. ഇവർ മൂന്ന് പേരുമാണ് ഈ മൂവിയുടെ കോമിക് സൈഡ് ഹാൻഡിൽ ചെയ്യുന്നത്. നസ്ലന് ഭയങ്കര ഒരു കേക്ക് വാക്ക് ആയിരുന്നു ഈ റോള്. ബിക്കോസ് ഇവർ മൂന്ന് പേരും ക്രാക്ക് ചെയ്യുന്ന ജോക്കുകൾക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. പക്ഷേ ഇതിൻ്റെ ചന്തു സലീം കുമാറിന്റെ കുറെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര നൈസ് ആയിരുന്നു. ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെയാണെങ്കിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. യെസ്, പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടറാണ്. പുള്ളിയാണ് ഈ മൂവിയുടെ അകത്ത് ഒരു വില്ലൻ റോൾ പ്ലേ ചെയ്യുന്നത്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രീൻ ടൈം അധികമൊന്നുമില്ല, പക്ഷെ പുള്ളി ഉള്ള സ്ക്രീൻ ടൈമിൽ മൊത്തം പുള്ളി നല്ലൊരു ടെറർ തന്നെയായിരുന്നു. ഭയങ്കര നമ്മൾ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ സാൻഡി മാസ്റ്റർ ആ ഒരു നാച്ചപ്പ ഗൗഡ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൂവിയുടെ അത് കാണിക്കുന്ന കുറെ ക്യാമിയോസ് ആണ്. ക്യാമിയോസ് വന്നപ്പോൾ വരുന്ന ഒരു ഗൂസ് ബംസ് മൂമെന്റ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടോപ്പായിരുന്നു. ഇൻഫാക്ട് ആ ഒരു ക്യാമിയോ വരുമ്പോൾ തന്നെ ഈ മൂവിയുടെ വേൾഡ് ബിൽഡിംഗ് എത്ര വലുതാണ്, അല്ലെ ഈ മൂവിയുടെ വേൾഡ് എത്ര വലുതാണ് എന്നുള്ളൊരു ഐഡിയ ഓട്ടോമാറ്റിക്കലി ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഇന്ന് ആവശ്യമില്ലാത്ത ക്യാമിയോസ് ഒന്നുമില്ല. ലൈക്ക് ആ ഒരു ക്യാമിയോസ് വരുന്ന ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ട് ഈ മൂവിയുടെ അകത്ത്. സോ ഇതിൻ്റെ അകത്ത് 2 എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. 2 എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. പലരും ഫസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. സെക്കൻഡ് എൻഡ് ക്രെഡിറ്റ് സീനിലാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ഈ മൂവിയിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത് ഈ മൂവിയുടെ ഒരു പേസിംഗ് ആണ്. ചില സീനുകളൊക്കെ അനാവശ്യമായി സ്ലോ ആയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഓൾസോ ഇതൊരു യൂണിവേഴ്സും കൂടി ആയതുകൊണ്ട് പല ക്വസ്റ്റ്യൻസും ഫസ്റ്റ് പാർട്ടിൽ അൺആൻസേർഡ് ആണ്. പല ക്വസ്റ്റ്യൻസും ലൈക്ക് എന്തുകൊണ്ട് പല കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അൺആൻസേർഡ് ആയിരുന്നു. അതെനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി. ബിക്കോസ് യൂഷ്വലി ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ഒരു പല കാര്യങ്ങൾ ക്ലോസ് ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് മൂവിയിലോട്ടുള്ള ആ ഒരു ത്രില്ല് അവർ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇല്ല. ഇതിൽ സെക്കൻഡ് പാർട്ടിലോട്ട് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ആൻസർ അവർ തരുന്നില്ല. സോ ടു എൻഡ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അതിന്റെ ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ തിയേറ്ററിൽ പോയി തന്നെ കാണണം.
യെസ്, മൈനർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ബട്ട് അതൊന്നും ആ മൂവിയുടെ ഓവറോൾ എക്സ്പീരിയൻസിനെ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് എനിക്ക് ആ പടം കാണാൻ പറ്റിയത്. സോ ദാറ്റ്സ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഫോർ യു. ടേക്ക് കെയർ.